ഇടവേള കഴിഞ്ഞ് വാർത്തകളിലേക്ക് നമ്മൾ തിരികെ വരുമ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിട്ടും ബ്രിട്ടനെ സംബന്ധിച്ചിട്ടും ചരിത്രപരമായ ഒരു ദിവസമാണ് ഇന്ന് എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൂചിപ്പിച്ചിരിക്കുന്നത്. ഇന്ത്യയും യുകെയും സ്വതന്ത്ര വ്യാപാര കരാറിന് അംഗീകാരം നൽകിയിരിക്കുന്നു. ഇരു രാജ്യങ്ങളും കരാറിൽ ഒപ്പുവെക്കുകയും ചെയ്തിരിക്കുന്നു. യുകെ പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിൽ നടത്തിയ ചർച്ചയിലാണ് ഈ തീരുമാനമുണ്ടായിരിക്കുന്നത്. ഇന്ത്യ യുകെ ബന്ധത്തിൽ ചരിത്രപരമായ ദിവസമാണ് ഇന്നത്തേത് എന്നാണ് ഒപ്പുവെച്ചതിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത്. ഇന്ത്യ യുകെ വ്യാപാര ബന്ധത്തിൽ നിർണായകമാകുന്നതാണ് സ്വതന്ത്ര വ്യാപാര കരാർ. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം 2030 $12,000 കോടി മാറ്റുകയാണ് കരാറിലൂടെ ലക്ഷ്യമാക്കുന്നത്. വ്യാപാര കരാർ ഇരു രാജ്യങ്ങളും ഒപ്പിട്ടതോടെ ഇന്ത്യയിൽ നിന്നുള്ള സമുദ്രോൽപ്പന്നങ്ങൾക്കും കാപ്പി, തേയില എന്നിവയ്ക്കും ടെക്സ്റ്റൈൽസ്, ചെരുപ്പ് എന്നിവയ്ക്കും യുകെ തീരുവ ഒഴിവാക്കും. സോഫ്റ്റ്വെയർ, ഇലക്ട്രോണിക്സ് മേഖലകളിലും 0 തീരുവയ്ക്ക് കരാറിൽ ധാരണയായിട്ടുണ്ട്. ബ്രിട്ടനിൽ യുകെ പ്രധാനമന്ത്രി കെയർ സ്റ്റാമറും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിൽ നടത്തിയ ചർച്ചയിലാണ് തീരുമാനമായത്. മോദിയുടെയും യുകെ പ്രധാനമന്ത്രി കെയർ സ്റ്റാമറുടെയും സാന്നിധ്യത്തിൽ കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ, ബ്രിട്ടീഷ് വാണിജ്യമന്ത്രി ജോണത്തൻ റെയ്നോൾഡ്സ് എന്നിവരാണ് കരാറിൽ ഒപ്പിട്ടത്. വ്യാപാര കരാർ യാഥാർത്ഥ്യമായത് ഏറെ നാളത്തെ പ്രയത്നത്തിന് ശേഷമാണെന്നും ഇന്ത്യ യുകെ ബന്ധത്തിലെ ചരിത്രപരമായ ദിനമാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. आज हमारे संबंधों में एक ऐतिहासिक दिवस है. मुझे प्रसन्नता है कि कई वर्षों की मेहनत के बाद आज दोनों देशों के बीच कॉम्प्रिहेंसिव इकोनॉमिक एंड ट्रेड एग्रीमेंट संपन्न हुआ है. ഇരു രാജ്യങ്ങൾക്കും ഗുണം ചെയ്യുന്ന കരാറാണെന്ന് ബ്രിട്ടൻ പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ വ്യക്തമാക്കി. We're sending a very powerful message that Britain is open for business, and that is already generating huge confidence. Today we're announcing nearly £6 billion in investment and export wins between India and the United Kingdom, creating over 2,200 jobs for British workers. യുകെയിലെ 6 സർവകലാശാലകൾ ഇന്ത്യയിൽ ക്യാമ്പസ് തുടങ്ങാനും പ്രധാനമന്ത്രിമാർ നടത്തിയ ചർച്ചയിൽ ധാരണയായി. ഇന്ത്യൻ ജീവനക്കാരെ നിയമിക്കുന്ന സ്ഥാപനങ്ങൾ സാമൂഹ്യ സുരക്ഷാ നിധി അടയ്ക്കുന്നതിലും ഇളവുണ്ടാകും. യുകെ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യയിലുണ്ടായിരുന്ന ശരാശരി 15% തീരുവ 3% കുറയ്ക്കും. വാഹനങ്ങൾ, സ്കോച്ച് വിസ്കി എന്നിവയുടെ തീരുവയും കുറയും. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.